വാളാളൻ വാളാൽ എന്ന പോലെ അയ്യപ്പ സംഗമം നടത്തിയതേ സർക്കാരിന് ഓർമ്മയുള്ളൂ. പിന്നെ മൊത്തം ജഗപൊഹയായിരുന്നു. അയ്യപ്പ സംഗമം തീരുമാനിച്ചത് മുതൽ തുടങ്ങിയ വിവാദങ്ങൾ ചെന്നിപ്പോൾ നിൽക്കുന്നത് സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോയ കഥയിലേക്കാണ്. ആരെ എന്തിനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് കറങ്ങുമ്പോൾ സർക്കാരിനെ വെട്ടിയ കഥയാണ് ഇപ്പോൾ കോൺഗ്രസിന് പറയാനുള്ളത്. അയ്യപ്പ സംഗമത്തെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ ജാഥ നടത്തിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിലൂടെ CPM നേടിയ രാഷ്ട്രീയ മേൽക്കൈ സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ മേഖലാ ജാഥകളും പന്തളത്തെ വിശ്വാസ സംഗമം വഴി മറികടക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. യുവതീ പ്രവേശനം മുതൽ സ്വർണ്ണക്കൊള്ള വരെയുള്ള വിവാദങ്ങളിൽ ഇടതു സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം ജനവികാരം ഉയർത്തുവാൻ സാധിച്ചു. മേഖലാ ജാഥകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റിലായത്. അത് കോൺഗ്രസിന് വലിയ മേൽക്കൈയുണ്ടാക്കി. അറസ്റ്റിന് കാരണമായ ഘട്ടങ്ങളിലൊന്ന് കോൺഗ്രസ് പ്രക്ഷുബ്ധമുണ്ടാക്കിയ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന് നേതൃത്വം വിലയിരുത്തി. പതിവ് വിട്ട കാര്യമായ സമരങ്ങൾക്കൊന്നും മുതിരാതെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി പിൻവാങ്ങിയ BJP വീണ്ടും സമരം കടുപ്പിക്കാനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം പ്രഖ്യാപിപ്പിക്കാനും നിർബന്ധിതമാക്കിയതും UDF പ്രക്ഷോഭങ്ങൾ മൂലമാണെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേതാക്കൾ എത്തിയില്ലെങ്കിലും SNDP NSS സംഘടനകളിൽ നിന്നും വലിയ പ്രാതിനിധ്യം മഹാസംഗമ സദസ്സിൽ ഉണ്ടായി എന്നാണ് UDF വിലയിരുത്തൽ. ഇത് കാറിൽ വെള്ളാപ്പള്ളിയെയും NSSനേക്ക് കയറ്റി മേൽക്കൈ നേടാൻ ശ്രമിച്ച മുഖ്യന് ഒരു അടി തന്നെയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ ജനവിഭാഗം പന്തളത്തെത്തിയെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായെന്നും UDF കൺവീനർ അടൂർ പ്രകാശും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കവേ സംഘടനാ സംവിധാനം സജീവമാക്കുന്നതിന് ജാഥകൾ ഉപകാരപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. വിഷയം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റെടുക്കുവാനും തെരുവിൽ ഇറങ്ങുവാനും സാധിച്ചത് ഗുണം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പാർട്ടിയിൽ ഉയർന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിലും പ്രതിരോധത്തിലായതിനെ തുടർന്ന് സംഘടനയിലുണ്ടായ മന്ദത ജാഥകളിലൂടെ മറികടക്കാൻ സാധിച്ചു. പുനഃസംഘടനാ വിഷയത്തിൽ ഉയർന്ന അസംതൃപ്തികൾ ജാഥകളെ ബാധിച്ചതേയില്ല. മുരളീധരന്റെ വിട്ടുനിൽക്കൽ ചെറിയ സമ്മർദ്ദം ഉണ്ടാക്കി എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും അദ്ദേഹത്തിന് മടങ്ങിവരവ് സമ്മേളനത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കിയെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശ്വാസ സംരക്ഷണ ജാഥയും പൊട്ടിത്തെറികൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയവരൊക്കെ കൂടിയുള്ള മറുപടിയാണിത്. അത് വിജയമായിരുന്നുവെന്നും യാതൊരു തർക്കവും മുരളീധരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതും മാധ്യമങ്ങൾ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം വേണ്ട ഇടപെടൽ നടത്തി നമ്മുടെ മുന്നണിയെ നന്നാക്കിയെന്നും സണ്ണി ജോസഫ് മറുപടിയും കൊടുത്തു.